അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വാട്ടയിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ എനിക്കുള്ളത് ദോശയും ചട്നിയായിരുന്നു കേട്ടോ. പിന്നെ മീൻകറി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഹോംലി ഫുഡ് വീഡിയോസ് ഇടുമ്പോൾ കുറേ പേര് കമന്റ്സിൽ പറയാറുണ്ട് ഇങ്ങനത്തെ ഫുഡൊക്കെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. വേറെ ഒന്നല്ല, നമ്മൾ വീട് വിട്ട് ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്നവരൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഉപയോഗപ്പെടുന്ന ഒരു കാര്യമായിട്ടോ ഞാനിനി പറയാൻ പോണത്. ലാലൂസ് കിച്ചൺ മെസ് എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിൻഷാട്ടിന്റെ ഫ്രണ്ട്സ് ഇവര് നമുക്ക് ഹോംലി ഫുഡൊക്കെ നമ്മുടെ അടുത്ത് എത്തിച്ചു തരും. അവരെ കോൺടാക്ട് ചെയ്യാനുള്ളതൊക്കെ ഞാൻ നമ്മുടെ വീഡിയോന്റെ ലാസ്റ്റ് ഒരു പോസ്റ്റർ കൊടുക്കാം കേട്ടോ, അതിലൊന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചിട്ടുള്ളത് മീൻകറി, മീൻ വറുത്തതും പപ്പടും അതുപോലെ തന്നെ പയറുപ്പേരിയും കൂടിയിട്ടാണ്. തേജ് എക്സാം കഴിഞ്ഞ് വന്നോണ്ട് തന്നെ അവനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ. ഇതൊക്കെ കഴിഞ്ഞ് ഇതേ നമ്മളൊന്ന് കൂളാവാൻ വേണ്ടിയിട്ട് തണുത്ത ഫ്രിഡ്ജിൽ വെച്ച നമ്മുടെ തണ്ണിമത്തം ഉണ്ട് കേട്ടോ. ഈടായിട്ട് തണ്ണിമത്തം വിട്ടിട്ട് ഒരു കളിയില്ല, അത് വേറെ കാര്യം. അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഈവനിങ്ങിൽ വിൻഷാട്ടം വരുമ്പോഴേ സമൂസയും നമ്മുടെ പരിപ്പൊടിയും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ചായ ഉണ്ടാക്കിയില്ല, നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് തന്നെ ഒരു വെറൈറ്റിക്ക് നമ്മൾ യെല്ലോ കളർ തണ്ണിമത്തനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും കൂടി കഴിക്കട്ടെ ചെയ്തു. ഇങ്ങനെ കഴിക്കാനും നല്ല രസം ഇട്ടാ യെല്ലോ തണ്ണിമത്തം സൂപ്പറാണ്. പിന്നെ അതേ തേജപ്പിന് വിൻഷാട്ട് ഐസ്ക്രീം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, സോറി സിപ്പപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് അവൻ പൊട്ടിക്കാൻ എൻ്റെ കയ്യിൽ തന്നതായിരുന്നു, പക്ഷെ ഞാൻ പൊട്ടിക്കണേൻ്റെ ഇടയ്ക്ക് 2 വലി കുടിച്ചു കിട്ടാ. പിന്നെ അവൻ്റെ ഇത് തട്ടിപ്പറിച്ച് വാങ്ങിയോണ്ട് എനിക്ക് ഫുള്ള് കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാത്രി ഞാൻ ഫുഡ് കഴിച്ചില്ല കേട്ടോ, എഗെയിൻ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് എടുത്തിട്ടാട്ടോ കുടിച്ചേക്കണത്. ഇന്നത്തെ എൻ്റെ ഫുഡ് ചാർട്ട് ഇവിടെ കഴിഞ്ഞുട്ടാ. ഇനി ഞാൻ നമ്മുടെ ലാലൂസ് കിച്ചണിലെ ഫുഡ് ചാർട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക്. മൺഡേ ടു സൺഡേ വരെയാണ് കേട്ടോ ഇവർക്ക് ഒരു ചാർട്ട് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനായിക്കോട്ടെ, ലഞ്ചിനായിക്കോട്ടെ, ഡിന്നറിനായിക്കോട്ടെ, ഓരോ ദിവസം ഇവർ വെറൈറ്റി ആയിട്ടാണ് ഓരോന്ന് ഇറക്കിയേക്കണത് കേട്ടോ. എല്ലാം നമ്മുടെ ഹോംലി ടൈപ്പ് ഫുഡാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ പോസ്റ്ററിൽ നോക്കി കാണാമല്ലോ. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഇതേ കോൺടാക്ട് നമ്പർ ഉണ്ട്, ഒന്ന് അവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.